കേരളമാർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേവലം ഒരു മണിക്കൂറിന്റെ ആകാംക്ഷ ദൂരം മാത്രമാണ് വോട്ടെണ്ണലിനുള്ളത്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങുക. ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ ലീഡിംഗ് നിലയാണ് നമുക്ക് ആദ്യം തന്നെ അറിയാൻ കഴിയുന്നത്. കൃത്യമായി എല്ലാ ട്രെൻഡുകളും, ആരാണ് മുൻതൂക്കം നിൽക്കുന്നത്, ആരാണ് മുന്നോട്ട് പോകുന്നത് എന്നറിയാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൈരളി ന്യൂസ് ഈ സ്ക്രീനിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരേ സമയം ഒരൊറ്റ വിൻഡോയിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാ ട്രെൻഡുകളും തത്സമയം കണ്ടുകൊണ്ടിരിക്കാം. കൈരളി ന്യൂസിൽ സമഗ്ര കവറേജുമായി കൈരളി ന്യൂസ് ടീം തയ്യാറാണ്. അപ്പോൾ കൂടെ കൂടിക്കോളൂ കൈരളി ന്യൂസിനൊപ്പം. ഞാൻ നേരെ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ്. സുജു ടി ബാബു തയ്യാറാണ്. സുജു, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പത്തനംതിട്ടയുടെ മനസ്സ് അത് ചുവന്നു തന്നെയാണ്. കുറച്ചുകൂടെ ചുവപ്പിക്കാനായി നിരവധി കാര്യങ്ങൾ അവിടെ പറയാനുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ LDF-ന്. അപ്പോൾ ഏത് രീതിയിലാണ് UDF-ന്റെ കണക്കുകൂട്ടൽ? NDA അവിടെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? വിനീഷ, ഇനി ഒരു മണിക്കൂർ മാത്രമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരാൻ വേണ്ടി ഇരിക്കുന്നത്. 8 മണിയോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലാണ് വോട്ട് എണ്ണൽ ഉള്ളത്. 8 ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലാണ് ജില്ലാ പഞ്ചായത്ത് വോട്ടുകൾ എണ്ണുന്നത്. 4 നഗരസഭകളുമാണ്. അങ്ങനെയാണ് 12 വോട്ട് എണ്ണൽ കേന്ദ്രങ്ങൾ അടങ്ങിയതാണ്. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം 2010 53 ഗ്രാമപഞ്ചായത്തിൽ 40-ലധികം ഗ്രാമപഞ്ചായത്തിൽ UDF-ന്റെ പക്കലായിരുന്നു. അതായത് UDF-ന് ആധിപത്യമുള്ള UDF-ന്റെ ഉറച്ച കോട്ടയായിരുന്നു 2010 വരെ പത്തനംതിട്ട. എന്നാൽ 2010-ന് ശേഷം അത് മറിയുകയാണ്. 2015-ലും 2020-ലും ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള അല്ലെങ്കിൽ ഇടത് കോട്ടയായി മാറിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2015-ന് പിന്നാലെ വന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൂടെ തന്നെ KU ജിനേഷ് കുമാർ കോതി പിടിച്ചതോടെ തന്നെ ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും LDF ആണ്. ബഹുഭൂരിപക്ഷം എന്ന ഗ്രാമപഞ്ചായത്ത് 53 ഗ്രാമപഞ്ചായത്തിൽ 33 ഗ്രാമപഞ്ചായത്തിൽ LDF ഭരിക്കുന്നു. 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 7 LDF ആണ്. ജില്ലാ പഞ്ചായത്തിലും നിലവിൽ LDF. അത് 16-ൽ 12 ഡിവിഷനുകൾ വിജയിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിലും LDF അധികാരത്തിലേക്ക് എത്തിയത്. അങ്ങനെ LDF-ന്റെ ഒരു കോട്ടയായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട. ഇത്തവണയും പത്തനംതിട്ടയ്ക്ക് ആ കോട്ടയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്ന. LDF-ന് തുടർ വിജയം പത്തനംതിട്ട സമ്മാനിക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. എന്നാൽ UDF-നെ സംബന്ധിച്ചോളം വലിയ ആശങ്കയാണ് ഈ തെരഞ്ഞെടുപ്പ് വെക്കുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ 2010 വരെ UDF ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഭരിച്ച ഒരു ജില്ലയിൽ ഇപ്പോൾ നിലനിൽപ്പിനായി UDF പോരാട്ടത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തവണ തിരിച്ചുവരവ് ഉണ്ടാകുമെന്നാണ് UDF നേതാക്കൾ പങ്കുവെക്കുന്ന അവരുടെ വിശ്വാസം. ജില്ലയിൽ നഗരസഭകളിലേക്ക് എത്തുമ്പോൾ 4 നഗരസഭയിൽ 2 നഗരസഭയും LDF ആണ്. 2 എണ്ണമാണ് ഒരു നഗരസഭ BJP-യും ഒരു നഗരസഭ UDF-ഉം ഭരിക്കുന്നു. അങ്ങനെ UDF-നെ സംബന്ധിച്ചോളം തിരിച്ചുവരവിനായുള്ള മത്സരത്തിനിടയിലാണ് വിവാദങ്ങൾക്ക് പിന്നാലെ പോയപ്പോൾ കനത്ത തിരിച്ചടിയായിരുന്നു രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ലൈംഗിക പീഡന കേസും തുടർന്നുള്ള ഒളിവ് ജീവിതവും. രാഹുൽ അനുകൂലിച്ച് സീറ്റ് കൊടുത്തൊക്കെ വിട്ടിലാവുകയും ചെയ്തു. അങ്ങനെ വിവാദങ്ങൾക്ക് പിന്നിൽ പോയ UDF-ന് കനത്ത തിരിച്ചടി ഈ രാഹുൽ മാക്കൂട്ടിൻ്റെ ഒളിവ് ജീവിതം. പ്രത്യേകിച്ച് രാഹുലിൻ്റെ സ്വന്തം ജില്ല കൂടിയാണ് പത്തനംതിട്ട. അടൂര് ആണ് രാഹുലിൻ്റെ വീട്. ഈ NDA സംബന്ധിച്ചോളം BJP-യെ സംബന്ധിച്ചോളം നില മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. 3 ഗ്രാമപഞ്ചായത്തുകളിലാണ് NDA ഭരിക്കുന്നത്. ഒരു നഗരസഭയും പന്തളം നഗരസഭ. വിനിഷ, ഏറ്റവും ശ്രദ്ധയോടെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ല ഉറ്റുനോക്കുന്നത് ഈ പന്തളത്ത് ആര് അധികാരത്തിലെത്തുന്നതിനാണ്. 2015 രൂപം കൊണ്ട നഗരസഭയാണ് പന്തളം നഗരസഭ. ആദ്യം LDF അധികാരത്തിലെത്തുകയും പിന്നീട് പന്തളത്ത് LDF 2015-ൽ 2020-ലേക്ക് എത്തുമ്പോൾ 3-ാം സ്ഥാനത്ത് നിന്ന് BJP അധികാരത്തിലേക്ക് എത്തിയ നഗരസഭയാണ് പന്തളം നഗരസഭ. ഇത്തവണ ആര് വിജയിക്കും അല്ലെങ്കിൽ ആര് പന്തളം നഗരസഭയിൽ അധികാരത്തിലെത്തുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം കൂടിയാണ്. അങ്ങനെ പത്തനംതിട്ടയിൽ ഇത്തവണ അത്തരത്തിൽ ചില സസ്പെൻസുകളും അത്തരത്തിൽ ചില രാഷ്ട്രീയ ചോദ്യങ്ങളും അടങ്ങുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. എന്തായാലും പത്തനംതിട്ട ഒരുങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പോളിംഗിന് വേണ്ടി 8 മണിയാകുമ്പോൾ തന്നെ കൃത്യം ആരംഭിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കാത്തോലിക് കോളേജിലെ പത്തനംതിട്ട നഗരസഭയുടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ്.